വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഒരുമിച്ച് പറയാം. ഷോ വിത്ത് സൗഭാഗ്യ വെങ്കിടേഷ്. അതെങ്ങനെ കൊള്ളാമോ? അപ്പൊ നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ ഞാൻ പുതിയ പോഡ്കാസ്റ്റ് തുടങ്ങിയെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചോ? എന്നാ നിങ്ങളെ തെറ്റിദ്ധാരണ ശരിയാണ്. ഞാൻ ഇതൊരു തുടക്കമാണ്. ഞാൻ ഇവരെ വെച്ച് പരീക്ഷിച്ചത് വിജയിക്കാൻ നോക്കാൻ. പക്ഷെ ഇതെല്ലാം വിദ്യയുടെ ചാനലാണ്, എന്റെ ചാനൽ. എന്തൊരു ശല്യമല്ലേ, കണ്ടന്റ് മൊത്തം പോകും. വീട്ടുകാര് മൊത്തം ചാനൽ തുടങ്ങി, ഇപ്പൊ ഒരു കണ്ടന്റും കിട്ടാനില്ല. ശരി, ഒരുമിച്ച് റെഡി, 1 2 3 സ്റ്റാർട്ട്. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു Q&A സെഷൻ ആണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ കമന്റിൽ ചോദിച്ചതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്തിട്ട് ഇന്ന് Q&A സെഷൻ നമുക്കിപ്പൊ ശരിയാക്കാം. ഒന്നുകൂടെ പറയണോ? അപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് Q&A സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതെ, എനിക്ക് 10 കാര്യങ്ങൾ. ഞാൻ ചുമ്മാ പറയുന്ന ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആ വ്യക്തി ഇവർ ഉത്തരം പറയുന്നതായിരിക്കും കേട്ടോ. രണ്ടുപേർക്ക് ആൻസർ ചെയ്യാമേ. ഫസ്റ്റ് ചോദ്യം ഭയങ്കര അബ്രപ്റ്റ് ആയിട്ടുള്ള നിങ്ങൾ അയച്ച കമന്റ്സ് അത് അങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചത് കോൾഡ് ആയിപ്പോയി നിങ്ങൾ എന്നെ പറയരുത്. നിങ്ങൾ അയച്ച കമന്റ്സ് ആണ് ഞാൻ വായിക്കുന്നത് കേട്ടോ. നിങ്ങൾ എങ്ങനെയാ മാരേജ് ചെയ്തത്? മാലയിട്ട് താലിയെട്ടി. കറക്റ്റ്, അങ്ങനെയാണ് ഞങ്ങൾ മാരേജ് ചെയ്തത്. അങ്ങനെയല്ലേ മാരേജ് ചെയ്യുന്നത്? മുഹൂർത്തത്തിൽ ഏത് മാസം, മലയാള മാസം ഏത് മാസം പറയൂ? മെയ് 25, 2025 ഞങ്ങൾ കല്യാണം കഴിച്ചത്. മെയ് 25, 25/5/25. ഞങ്ങൾ അറിയാമോ? ഇല്ല, ഞാൻ വീഡിയോ ചെയ്യണില്ല കേട്ടോ. ഇത്രേ അറിഞ്ഞൂടാത്ത ഒരാളുടെ കൂടെ ഇനി എനിക്കാണ് 10 പറയാനുള്ളത്. ഈ വീഡിയോ ഓഫ് ചെയ്തിട്ട് ഇറങ്ങ. ക്യാമറമാൻ പോ അങ്ങോട്ട്. തേങ്ങ. ഫെബ്രുവരി 20, 2020 രണ്ടുപേരും. ഞാൻ മനസ്സിലാക്കി വീഡിയോ ഓഫ് ചെയ്തിട്ട് എനിക്ക് 10 പറയാനുണ്ട്. 2020 നിങ്ങളെ പോലെ തന്നെ കണ്ട. ഒരു ക്ലോസും ഇല്ല. എന്നാലും നിങ്ങൾ രണ്ടു പറയും അരുൺ ചേട്ടൻ പറഞ്ഞില്ലല്ലോ. ശരി, അപ്പൊ മാലയിട്ട് കല്യാണം കഴിച്ചു എന്നാണ് സുഹൃത്തുക്കളെ ഇവർ പറയുന്നത്. നമുക്ക് തെളിവിനായി ഇവരുടെ വീഡിയോസ് നിങ്ങൾ എന്റെ വ്ളോഗിൽ ചെക്ക് ചെയ്ത. അതൊക്കെ ഒരു കാലം കേട്ടാ. കണ്ടതൊക്കെ ഞാൻ മാത്രം ഇട്ടോണ്ടിരുന്ന ഒരു കാലം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2, എങ്ങനെ കണ്ടുമുട്ടി? നമ്മള് സോഷ്യൽ മീഡിയയിലാണ് പരിചയപ്പെട്ടത്. പിന്നെ കണ്ടുമുട്ടിയത്, പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് കോളൊക്കെ ചെയ്യുമായിരുന്നു ഇടയ്ക്ക്. എന്നിട്ട് ഒരു ദിവസം കാണാൻ തോന്നി. അങ്ങനെ നമ്മള് ലുലു മാളിൽ വെച്ച് കണ്ടുമുട്ടി. വീട്ടുകാരുടെ സാന്നിധ്യത്തിൽ നമ്മള് ഒരു ടീമായിട്ട് വേണം കണ്ടത്. ആദ്യമായിട്ട് ഞങ്ങൾ കാണുന്നത് മക്കളും സൗഭാഗ്യയും അർജുനും കൊച്ചേവി. അതുപോലെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയത്. അരിഞ്ചേട്ടൻ ചതിച്ചു. ഞാൻ വരാന്ന് പറഞ്ഞിട്ട് പചേറോ നിറയെ ആൾക്കാരുമായിട്ട് അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അതെ, ആ ചളുപ്പ് അങ്ങ് കുറച്ചു നേരത്തേക്ക് മാറി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനെ, ചേച്ചി ഇത് വാടക വീടാണോ? നിങ്ങളുടെ ഹോം ടൂർ ബേസ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഞങ്ങളുടെ ഇപ്പൊ താമസിക്കുന്നത് വാടക വീട്ടിലാണ്. അതെ. വെള്ളയമ്പലത്താണ് നമ്മുടെ വീട്. അതിപ്പം അവിടെ എല്ലാരും ഒക്കെ മരിച്ചൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ അവിടെ താമസിക്കാൻ ബുദ്ധിമുട്ട് കാരണമാണ് നമ്മൾ വാടക വീട്ടിലോട്ട് മാറിയത്. ആദ്യം സൗഭാഗ്യയുടെ അർജുന്റെ കൂടെ ഒരുമിച്ച് ഞങ്ങൾ എല്ലാരും കൂടെ ആയിരുന്നു. അത് വേറെ ക്വസ്റ്റ്യൻ വരുന്നുണ്ടോ? അങ്ങനെയല്ല. അത് ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഒരുമിച്ചാണ് താമസം. അത് വാടക വീടായിരുന്നു. അപ്പോഴ് അവിടെ ഇഷ്ടംപോലെ സ്ഥലവും, പിന്നെ ഇവർക്ക് അറിയാലോ ഇവരുടെ
കുറെ പെറ്റ്സ് ഉള്ളത് കൊണ്ട് അവർക്ക് വലിയ വീടേ പറ്റുള്ളൂ. അവർക്കും വീടുണ്ട്. അവർക്ക് കൊച്ചിയിലും വേണ്ടത്തൊക്കെ അവർക്ക് വീടുണ്ട്. പക്ഷെ അവർക്ക് അവിടെ സ്ഥലം കുറവായതുകൊണ്ട് അല്ല, നമ്മള് വീടില്ലാത്തവരാണെന്ന് ഞാൻ വിചാരിക്കല്ലോ. വീടുണ്ട്. അതെ. പിന്നെ ഇവര് കുറച്ചും കൂടെ നല്ല വീട് നോക്കി അപ്പം ചാക്കയിലോട്ട് മാറിയപ്പോഴത്തേക്ക് ചാക്കയില് കുറച്ചും കൂടെ സ്ഥലമുണ്ട്. അപ്പം അപ്പോഴാണ് ജല്ലിക്കെട്ട് കാളയൊക്കെ വാങ്ങിച്ചപ്പോ അതിനെയൊക്കെ അപ്പൊ അതിനെയൊക്കെ വെക്കാൻ, അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും അതിനെ കൊണ്ട് നടക്കാനൊക്കെ അവിടെ ഇഷ്ടംപോലെ പറമ്പൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് അവിടെ നിന്ന് അനുവിന്റെ സ്കൂളൊക്കെ ദൂരം ആയതുകൊണ്ട് ദൂരം അവിടെ ട്രാഫിക്കാണ് എപ്പോഴും. അങ്ങനെ ഞങ്ങള് പിന്നെ നാഥുവിന്റെ സ്കൂളും എല്ലാം കൂടെ നോക്കി വിദ്യയുടെ ഓഫീസ്, അങ്ങനെ ഞങ്ങള് പേരുകടയിലോട്ട് മാറി. അങ്ങനെ ഒരുമിച്ച് താമസിക്കുന്നത്, ഇങ്ങനെ 2 സ്ഥലത്തായിട്ട് താമസിക്കേണ്ടി വന്നത്. പ്രൈവസി അതിന് ഒരുമിച്ച് ഒരു ബെഡ്റൂമിലല്ലോ എല്ലാരും കൂടെ കിടക്കുന്നത്. അതെന്തൊരു കണ്ടന്റായിരുന്നത്. അത് കട്ട് ചെയ്യണം. കിടക്കട്ടല്ലേ. പിന്നെ സ്കൂൾ സൗകര്യം ഓഫീസ് സൗകര്യം ഒക്കെ നോക്കിയിട്ടാണ് ആക്ച്വലി എല്ലാരും കൂടി കല്യാണം കഴിഞ്ഞ് വന്ന വിദ്യ കുടുംബത്തെ പിരിച്ചു, 2ആക്കി. ശരിക്കും ഒരുമിച്ച് നിൽക്കുന്നതായിരുന്നു സന്തോഷം. ഏട്ടനും ഓക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് അങ്ങനെ വലിയ വീട് കിട്ടിയില്ല. നമ്മൾക്ക് സിറ്റിയിൽ നോക്കിയിട്ട് എങ്ങനെയാണല്ലോ പറയുന്നത്, അതൊക്കെ സിറ്റിയിൽ ഔട്ട്സ്കട്ട്സ് അങ്ങനത്തെ ഒരു ഭയങ്കര സ്പേസ് ഉള്ള ഒരു വീട് കിട്ടുന്നില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ അങ്ങ് ചാക്കയിലോട്ട് പോയി. പാർവതി പുത്തനാറിന്റെ വലിയ ആറിന്റെ ആറ്റിൻകരയിൽ അങ്ങനെ കുടുംബത്തെ പിരിച്ച ക്രൂരയായ വിദ്യ. അതെ, അത് ഞാനാണ്. കട്ട് ചെയ്തത്. അപ്പൊ ഇത് എന്തൊരു ക്വസ്റ്റ്യൻ ഇത്. സീന ചേച്ചി ആരാണ്? വീഡിയോ കാണാതിരിക്കുന്ന സീനയുടെ പേര് എവിടെ നിന്ന് പെട്ടെന്ന് കിട്ടിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതെന്താന്ന് വെച്ചാൽ ഫസ്റ്റ് വീഡിയോക്കകത്ത് ഞാൻ ആ ഫോട്ടോസ് കാണിച്ചിട്ട് പറയുന്നുണ്ട്, ഇവിടെ സീന ചേച്ചിയുടെയും മക്കളുടെയും ഏട്ടന്റെയും ഒരു ഫാമിലി ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഫാമിലി ഫോട്ടോ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഫാമിലിയിലുള്ള ആളാണ് സീന. വിദ്യയുടെ മുന്നിൽ വെച്ച് അരുൺചാട്ടൻ എന്ന് പറയുമ്പോൾ വിദ്യക്ക് ഉണ്ടാകുന്ന ഡിസ്കംഫർട്ട് കണ്ട് സന്തോഷം. എനിക്ക് ഡിസ്കംഫർട്ട് ഒന്നും ഇല്ല. അതൊരു പ്യുവർ സോൾ ആയിട്ട് ഞാൻ കാണുന്ന ഒരാൾ. അവര് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയോട് ചോദിച്ചായിരിക്കും. അപ്പം അത് സീനയാണ് എന്റെ ഫസ്റ്റ് വൈഫ്. അപ്പം ഇനി അത് എങ്ങനെ എവിടെ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോവിഡ് വന്നു, ഇങ്ങനെ മരിച്ചുപോയി. അങ്ങനെ കുറെ നാള് പിന്നെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഒറ്റയ്ക്ക് പറഞ്ഞ മക്കളുണ്ടായിരുന്നു. പാർട്ട്ണറിനെ ഒരിക്കലും കുട്ടികൾക്ക് റീപ്ലേസ് ഒന്നും ചെയ്യാൻ പറ്റൂല. പാർട്ട്ണർ ഇസ് ഓൾവേസ് എ പാർട്ട്ണർ. അങ്ങനെ അപ്പൊ അതാണ് സീന. കോവിഡ് വന്നിട്ടാണ് മരിച്ചുപോയത്. അത് ഇൻസ്റ്റഗ്രാമിലൊരു കമന്റ് ഉണ്ടായിരുന്നു, മരിക്കുന്നത് വരെ പറയും എനിക്ക് എല്ലാം നീയാണ്, മരിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്, ആണുങ്ങൾ വേറെ ആളെ നോക്കി പോകുന്നു. ആ കമന്റ് ഇട്ട ആളോട് എനിക്ക് പറയാനുള്ളത്, എല്ലാവരും അവരെ പോലെ ആയിരിക്കില്ല. അത്രയും മൈൻഡില് അങ്ങനെ ഒരാളെ മാത്രം വിചാരിച്ചോ, അല്ലെങ്കിൽ അങ്ങനെ അല്ല ഉദ്ദേശിക്കുന്നത്. ഡിപ്രഷൻ കാണും, ഒറ്റപ്പെട്ടു പോവും. മക്കളൊക്കെ വലുതാകുമ്പോൾ ഉറപ്പായിട്ടും അവർക്ക് കുറെ ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ടായിരിക്കും. അപ്പം ഒറ്റപ്പെട്ടു പോകുന്നത് ഇങ്ങനെയുള്ള ആളുകളായിരിക്കും. അപ്പോൾ ചിലപ്പോൾ അവർക്ക് ഒരു കമ്പാനിയൻ കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി അവർക്ക് ആക്ടിവിറ്റി ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ അവരങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ട് അവരുടെ വേറൊരു ലൈഫിന്റെ വേറൊരു സ്റ്റേജിലേക്ക് അവർ എത്തിപ്പെടും. എത്രയൊക്കെ ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞാലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ആ ആൾ ഒറ്റയ്ക്കായിരിക്കും. അപ്പൊ ഒരാള് വേണം എന്ന് തോന്നുന്നതിൽ തെറ്റില്ല എന്നാണ് എന്റെ അഭിപ്രായം. അതെ അതെ, വേറൊരാളെ ജീവിതത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കണമെന്ന് മൂന്നാമതൊരാൾക്ക് ഒരു ഡിസിഷൻ പറയാൻ പറ്റത്തില്ല. അവർക്ക് പഴയ സീരിയല് പോലെയാണ്. അത് കണ്ട് കരഞ്ഞ് ഇങ്ങനെ വിഷമിച്ചത് ചാടി വളർത്തി കണ്ട് എത്രത്തോളം അത് എൻജോയ് ചെയ്യുന്നു എന്നുള്ളത് ഇങ്ങനെ പറയുന്നവരുടെ മൈൻഡ് സെറ്റ് ഒന്ന് മനസ്സിലാവും. അവർക്ക് എന്നും വേണ്ടത് അവർ കാണുന്ന വ്യക്തികൾ വിഷമിച്ച് അങ്ങ് ലൈഫ് അങ്ങ് തീർക്കണം. അത് അവർക്ക് കിട്ടുന്ന സന്തോഷം. ആ ഒരു സന്തോഷം എന്തായാലും കൊടുക്കാൻ ഞങ്ങൾ അരുൺചേട്ടനെ സമ്മതിക്കില്ല. അങ്ങനെ ഇപ്പം ആരും സന്തോഷിക്കണ്ട. നമുക്ക് അതിന് മേളില് അരുൺചേട്ടന്റെ സന്തോഷമാണ്. അത് അതിന്റെ വിദ്യയുടെ സന്തോഷം. ലോക്ക് ഉറക്കു കൂട്ടി വലിയ ശല്യം തന്നെ കേട്ടാ. ആ അടുത്ത ക്വസ്റ്റ്യൻ, ഇതിനെപ്പറ്റി 10 അനുവിന് പറയാനുണ്ടായിരിക്കും. അനു വിദ്യയെ അക്സെപ്റ്റ് ചെയ്തിട്ടേ ഇല്ല. മൈക്കില് ഒന്ന് പറയണം, മൈക്കില്. ഞാൻ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. അനു വിദ്യയെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, ഒരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നു. അതെ, എനിക്ക് ഭയങ്കര, ഞാൻ പറയാം, എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഡിസ്റ്റൻസ് ഫീൽ, എനിക്ക് ഒട്ടും പറ്റത്തില്ല. ഞാൻ ഇപ്പൊ ഇറങ്ങിപ്പോകാം, എനിക്ക് പറ്റത്തില്ല. ഇനിയിപ്പൊ ഞാൻ കടിച്ചു പിടിച്ചിരിക്കുക. എന്നെ മൊഹയിക്കുന്ന ആണെന്നില്ലേ നിങ്ങള്?
മര്യാദക്ക് ഇവിടെ ഇറങ്ങിക്കാണും. ഇനി മേലെ ക്വസ്റ്റ്യൻ ആയിട്ട് വരല്ലേ, ഇടിച്ച് 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 കൂമ്പത് കളയുന്നു. അടുത്തോട്ടൊരു വരരുത്, അടുത്തോട്ടൊരു വരരുത്. ഇതല്ലേ കേൾക്കാൻ ഉദ്ദേശിച്ചത്? ഞാൻ ഒരു മകളല്ല, പോരെ, എന്ത് ചെയ്യും? അല്ല, അവർ ഉദ്ദേശിക്കുന്ന ആൻസർ അല്ല, അവർ ശരിക്കും ജീവിതത്തിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ ഇവിടെ ഇപ്പൊ അഭിനയിച്ച് കാണിച്ചത്. അങ്ങനെ ഒരു രംഗം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കണേ ദൈവമേ. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനു ഇപ്പൊ വിദ്യ വന്നിട്ട് ഇപ്പൊ ഒരുപാട് വർഷങ്ങളൊന്നും ആയിട്ടില്ല. 10-15 വർഷങ്ങളൊക്കെ ആയെങ്കിൽ ശരി. അപ്പൊ അതെ, നമ്മുടെ അനു ജീവിതത്തിലോട്ട് നാദുനെ പോലെ ഒരു കുഞ്ഞു കുട്ടിയല്ല, കുറച്ചും കൂടി എൽഡർ ആണ്. അപ്പോ 10, 13, 14 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ നാദുവിനാണെങ്കിൽ നമുക്ക് കമാൻഡ് കൊടുക്കാം, ഇങ്ങനെയാണെന്ന് പറഞ്ഞ് സബ് കോൺഷ്യസ് മൈൻഡിൽ അതെങ്ങനെ ഫില്ല് ചെയ്യാം. പക്ഷെ അനുവിനെ സംബന്ധിച്ച് അനു ഇത്രയും കാലം വളർന്ന ഒരു വേൾഡ് ഉണ്ട്. അപ്പൊ അതിനകത്തുനിന്ന് ഞാൻ ഒരാൾ വന്നു എന്ന് കരുതി ഞാൻ ഇഷ്ടപ്പെടുന്നത് പോലെ എല്ലാം ചെയ്യണം എന്ന് എനിക്ക് ഒരിക്കലും വാശി പിടിക്കാൻ പറ്റത്തില്ല. അനുവിന് എന്താണോ ഇഷ്ടം അതുപോലെ ജീവിക്കാനാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനിടയിൽ അനു ആർട്ടിഫിഷ്യൽ ആയിട്ട് ചിരിക്കാനോ അനു അങ്ങനെ ഒന്നും നമ്മൾ പറയില്ല. അനു എങ്ങനെയാണോ അങ്ങനെ ജീവിക്കട്ടെ, അതാണ് എനിക്കും ഇഷ്ടം. അല്ലാതെ പെട്ടെന്ന് അനു ഇപ്പൊ വന്നിട്ട് നാളെ വന്ന് എന്നെ അമ്മയെന്ന് വിളിച്ച് ചിരിച്ച് അതായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത്. അഭിനയിക്കുകയാണെന്ന്. അനു ഇങ്ങനെ തന്നെ നിൽക്കുന്നതാണ് എനിക്കിഷ്ടം, ഇങ്ങനെ തന്നെ പോകുന്നതാണ് എനിക്കിഷ്ടം എന്ന് കരുതി ഞാൻ നാദുവിനെ പോലെ ആരോ ഒരാൾ കമന്റ് ഇട്ടു, നാദുവിനെ പോലെയല്ല, നാദു എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് അനു എനിക്കും. ഞാൻ എന്തൊക്കെ ചെയ്യണോ അതെല്ലാം എന്റെ ലൈഫ് കൊണ്ട് ഞാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം എന്റെ 3 മക്കൾക്കും ഞാൻ ചെയ്യും. അത് ഞാൻ ഒരിക്കലും വേർതിരിച്ച് കണ്ടിട്ടില്ല, അത് കാണാൻ പറ്റില്ല. അത് മൂന്നാമത് നിൽക്കുന്ന ഒരാൾക്ക് അതെങ്ങനെ ആക്കി തരണം എന്ന് എനിക്കറിയില്ല. സാക്ഷി. അതായത് നമ്മളുടെ ഫാമിലിയിലല്ലേ നമുക്ക് അഭിനയിക്കാതെ നിൽക്കാൻ പറ്റുന്ന ഏക സ്ഥലം. ബാക്കി എല്ലാ സ്ഥലത്തും നമ്മൾ അഭിനയിക്കണം. ഓഫീസിൽ അഭിനയിക്കണം, സ്കൂളിൽ അഭിനയിക്കണം. അനുവിന് റിയൽ ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അനുവിന്റെ വീട്. അത് 2 വീടും, പേരക്കടയാണെങ്കിൽ ചാക്കയാണെങ്കിൽ. സോ അഡോളസെന്റ് ഏജിലാണ്, പല സ്ട്രെസ്സിൽ ഇരിക്കുമായിരിക്കും. ചിലപ്പോ അതൊക്കെ കൊണ്ടായിരിക്കും മുഖം ചിലപ്പോ ചിരിക്കും, ചിലപ്പോ ചിരിക്കൂലായിരിക്കും. അതൊന്നും കണ്ട് നിങ്ങൾ ജഡ്ജ് ചെയ്ത് ഞാൻ എന്റെ വീഡിയോ. അതെ, നിങ്ങളുടെ വീട്ടിലൊക്കെ മക്കളില്ലേ? മക്കൾക്ക് അല്ല, നിങ്ങൾ തന്നെ ഫീൽ ചെയ്തിട്ടില്ലേ മൂഡ് സ്വിങ്സ് ഒക്കെ? ഈ പ്രായത്തിൽ ഏറ്റവും പീക്ക് ലെവലിൽ നിൽക്കുന്ന ഒരു സ്റ്റേജ് ആണിത്. അവരെപ്പോഴും ഓക്കെ ആയിരിക്കില്ല, അവര് ചിലപ്പോ നമുക്ക് തോന്നും ഇൻഡിഫറന്റ് ആണെന്ന്. പക്ഷെ അങ്ങനെയല്ല, ചിലപ്പോ എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് ഇരുന്ന് ചിന്തിച്ചാൽ അത് അങ്ങനെ അല്ല, അത് അവരുടെ ആ ഏജിന്റെ ഒരു ഇഷ്യൂ ആണ്. അത് അങ്ങനെ അങ്ങ് കണ്ട ആ പ്രശ്നം അവിടെ തീർന്നു. ഏകദേശം സെയിം ഒരു ടോണാണ്. അനു വിദ്യാസിസിനോട് നല്ല അടുപ്പമല്ലേ? സാരമില്ല, അവളുമായി കൂടുതൽ അറ്റാച്ച് ആവാൻ ശ്രമിക്കൂ, പാവം കുട്ടിയാണ്. ഞങ്ങൾക്കറിയാം പാവം കുട്ടിയാണ്, പക്ഷെ അത്ര പാവമായി ഇരിക്കരുത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പിന്നെ അനു ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ, അല്ലേ? ശ്രമിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ വിദ്യക്ക് സ്വന്തമായിട്ട് ഇന്ന് പുകഴ്ത്താൻ പറ്റില്ലല്ലോ ഞാൻ ശ്രമിക്കുന്നുണ്ടെന്ന്. അത് കാണുന്ന വ്യക്തികളാണ് ഞാൻ, അരുൺ ചേട്ടൻ, അർജുൻ ചേട്ടൻ. അതെ, ഡേ 1 തൊട്ട് വിദ്യ എടുക്കുന്ന എഫേർട്സ് നമ്മൾ എല്ലാരും കാണുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ഹാർഡാണ്. ഒരു ടീനേജ് പ്രായത്തിലുള്ള 2 കുട്ടികളെ ഇംപ്രസ് ചെയ്യിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ടാസ്ക് ആണ്. നാദുവിനെ ഇംപ്രസ് ചെയ്യുന്ന ആ ഒരു എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ വിദ്യയുടെ പരമാവധി എഫേർട്ട് ഇടുന്നുണ്ട് വിദ്യയുടെ സൈഡിൽ നിന്ന്. പിന്നെ ആ ഭാഗങ്ങളൊക്കെ നമുക്ക് എങ്ങനെ ഷൂട്ട് ചെയ്തൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ. സോ എഫേർട്ട് എടുക്കുന്നുണ്ട്. അതൊക്കെ ഇപ്പൊ ഫാമിലിയിൽ ആരാണെങ്കിലും എല്ലാവരും അവരവരുടെ ഭാഗത്തുനിന്ന് എല്ലാവരും എഫേർട്സ് ഒക്കെ എടുക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, നൈസ് വീഡിയോ. അനു ഒട്ടും ഹാപ്പി അല്ലല്ലോ? അതിനുള്ള ഉത്തരവാണ് ഇപ്പൊ പറഞ്ഞത്. എപ്പോഴും ഒന്നും എല്ലാവർക്കും ഹാപ്പി ആയിരിക്കാൻ പറ്റില്ല. മോളെ, ഞാൻ വീഡിയോ എടുക്കുകയാണ്, നിന്റെ ആ മറ്റേ ഇത് മൂഡ് സ്വിങ്സ് മാറ്റി വെച്ചിട്ട് ചിരിച്ചോണ്ട് നിൽക്കുന്ന എനിക്ക് പറയാൻ പറ്റില്ല. കാര്യം അനു ഒരു വ്യക്തിയാണ്, അപ്പം അതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സൗഭാഗ്യയുടെ വീഡിയോയിൽ അനു ഭയങ്കര ആക്റ്റീവ് ആണല്ലോ. ആ വീഡിയോ എടുക്കുന്നു എന്നറിഞ്ഞപ്പോഴെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് ചിരിക്കായിരുന്നു. നെഗറ്റീവായിട്ടല്ല കേട്ടോ പറയുന്നത്, കണ്ടപ്പോൾ അങ്ങനെ തോന്നി. ഇത് എന്തൊരു ക്വസ്റ്റ്യൻ, ഇത് തറച്ച് ഹൃദയത്തിലോട്ട് കേറി തറച്ച്. സൗഭാഗ്യമായിട്ട് അനു എത്ര വർഷങ്ങളായിട്ട് കറക്റ്റ് തീരെ കൊച്ചായിരിക്കുമ്പോഴാണ് സൗഭാഗ്യ വരുന്നത്. അപ്പൊ തൊട്ട് എടുത്തോണ്ടാണ് അന്ന് വളർത്തി ഒരു ഇതായിട്ടിരിക്കുമ്പോഴത്തേക്ക് അവര് തമ്മിൽ അങ്ങനെ അതുപോലെ അമ്മയും മോളായിട്ട് അങ്ങ്. അത് ഈ കമന്റ് ഇടുന്നവർ അവരുടെ വീട്ടിലെ സിറ്റുവേഷൻ തന്നെ ചിന്തിച്ചാൽ മതി. അവരുടെ അമ്മയുടെ അടുത്തോ കുഞ്ഞമ്മയുടെ അടുത്തോ ഉള്ള അത്രയും ബന്ധവും അത്രയും ആ ഒരു അഫെക്ഷനും പെട്ടെന്ന് വന്ന ഒരാളോട് അവർക്ക് കാണിക്കാൻ പറ്റൂല, ഇല്ലേ? അത് തന്നെ ജസ്റ്റ് ചിന്തിച്ചാ മതി. ഓക്കെ,
ഈ അനുവിനെ പറ്റിയിട്ടുള്ള കമന്റ്സ് കുറെ ഉണ്ട് കേട്ടോ. നൈസ് വീഡിയോ, അനു ഒട്ടും ഹാപ്പി അല്ലല്ലോ, പിന്നെ എല്ലാം നന്നായി വിദ്യ, അനുക്കുട്ടിയെ നാദുവിനെ പോലെ തന്നെ നോക്കണം, അനുക്കുട്ടിയുടെ മുഖത്തൊരു സന്തോഷമില്ല, അതുകൊണ്ട് പറയണം എന്ന് തോന്നി. എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് തോന്നി ഇതിന് ഏറ്റവും ബെസ്റ്റ് അനു ആൻസർ ചെയ്യണമായിരിക്കും. ഗൈസ്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എനിക്ക് അതിയായ വെറുപ്പോ ഒന്നും എനിക്കില്ല വിദ്യേന്റെ അടുത്ത്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ. ജസ്റ്റ് അതെന്തെന്ന് സംഭവം എന്ന് വെച്ചാൽ, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മനസ്സിൽ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന വേറെ ഏതോ ലോകത്താണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഞാൻ വേറെ എന്തോ ആലോചിച്ചോണ്ടിരിക്കുക. ചിലപ്പോ ഞാൻ സ്കൂളിൽ നടക്കുന്ന കാര്യം എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കണ്ട റീല ഡാൻസ് കളിക്കണ എന്തോ ആണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പുറത്ത് കാണുമ്പോ ഞാൻ മുഖം ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. ആ മുഖം ഒന്ന് ഇത്തിരി കടുപ്പമാണ്. എന്നോട് ക്ഷമിക്കുക, ഞാൻ എന്ത് ചെയ്യാനാണ് ആലോചിക്കുന്നത്. അത് അനുവും അർജുൻ ചേട്ടനും മനുവിനും സെയിം ഫേസ് ആണ് കേട്ടോ. ഇവർക്ക് ഒരു അടഞ്ഞ കണ്ണ്, ഇവർ ചിരിച്ചില്ലെങ്കിൽ ഇവരെ മൂന്നുപേരും കണ്ടാൽ ഭയങ്കര ക്രൂഡ് ആൾക്കാരെന്ന് തോന്നും. പക്ഷെ ഇവർ സൂപ്പർ കൂൾ ആയിട്ടുള്ള 3 വ്യക്തികളാണ്. അവരെപ്പോഴും വെളിയിൽ ഇറങ്ങിയാൽ മനഃപൂർവ്വമായിട്ട്, ഇപ്പൊ അർജുൻ ചേട്ടനൊക്കെ അത് കുറെ പഠിച്ചു, മനുവും പഠിച്ചു, ഇങ്ങനെ ചിരിക്കാനായിട്ട് പഠിച്ചു, അനു അത് പഠിച്ചു വരണേ ഉള്ളൂ. ഇവരുടെ സംഭവം, ഇവരുടെ ഫേസ് ബേസിക്കലി ഭയങ്കര റൂഡ് ആൾക്കാരെ പോലെ ഇരിക്കും, പക്ഷെ അവർ മനസ്സുകൊണ്ട് വെറും പിഞ്ച് കുഞ്ഞുങ്ങൾ. പിന്നെ നിങ്ങളുടെ ചോദ്യം നാദുവിനെ പോലെ നോക്കുന്നില്ല, അങ്ങനൊന്നും അല്ല. എല്ലാരും ഒരേപോലെയാണ് ഇവിടെ നോക്കുന്നത്. നിങ്ങൾ അങ്ങനൊന്നും വിചാരിക്കല്ലേ, ദൈവത്തെ ഓർത്ത് എല്ലാരും ഇവിടെ ഈക്വൽ ആയിട്ടാണ് നോക്കുന്നത്. പിന്നെ വേറെന്താണ്, എന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നെന്നുള്ളതിൽ അതന്നെ ആൻസർ ആണിത്. കുറച്ച് കടുപ്പമാണ്, ക്ഷമിക്കുമല്ലോ. ഞാൻ എന്ത് ചെയ്യാനാണ്, ഞാൻ ചിരിക്കുന്നത് നിങ്ങൾക്കാണ്, ഞാൻ ഹൃദയം എടുത്താണ് നിങ്ങൾ ചിരിക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ വേറെന്തോ ആലോചിച്ചോടി, ഇനി ചിന്തിച്ചാൽ മതി. എന്റെ മുഖം എപ്പോഴെങ്കിലും ഇങ്ങനെ ഇരിക്കുകയാണ്, ഞാൻ വേറെന്തോ മാക്രി പൂച്ച എന്തോ കമ്പിത്തിരി എന്തോ ആലോചിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ. എനിക്കറിഞ്ഞോ ഞാൻ എന്താ ആലോചിക്കുക. അപ്പൊ മുഖം ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. പ്ലീസ് താങ്ക് യു. അയ്യോ, ഈ ഒരു ടോപ്പിക്കാണ് അനുവിന്റെ ഡാൻസ് കളിക്കുമ്പോഴും മഴ കിട്ടുന്നത്. അനു ചിരിക്കൂല, വളരെ സീരിയസ് ആയിട്ട് ഇന്ന് ആരും അടിക്കാൻ പോണ പോലെ. പക്ഷെ സത്യാവസ്ഥയിൽ ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്താണ്, ദൈവമേ ഭഗവാനെ തെറ്റിക്കല്ലെന്നാണ് ഞാൻ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റേജിലും അതാണ് കുഴപ്പം. ചിത്ത അവിടെ നിന്നൊരു 100 വേണം ചിരിച്ചിരുന്ന് പറഞ്ഞാൽ. കല്യാണ സമയത്ത് മറ്റേ മെഹന്തിയുടെ വീഡിയോയും ഫോട്ടോയും നമ്മളെല്ലാരും പോസ്റ്റ് ചെയ്ത് ഫോട്ടോ കണ്ടപ്പോ അനു പറയണം, അയ്യോ ഞാൻ ചിരിച്ചതായിരുന്നു, പക്ഷെ അത് ഫോട്ടോയിൽ വന്നില്ല. ഇങ്ങനെ ഇരുന്ന് ചിരിക്കുകയാണ്. ഫോട്ടോ എന്നപ്പോ ഞാൻ ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ എനിക്ക് തന്നെ ഇപ്പൊ ഇതിൽ നിന്ന് മനസ്സിലായല്ല. ഇതിന് നിങ്ങൾ ഇങ്ങനെ ഒരു കമന്റ് ഇട്ടേ, എന്നാ കല്യാണത്തിന്റെ ദിവസം അരുൺ ചേട്ടനെ നോക്കി അനു ചിരിക്കണ ഒരു നല്ലൊരു ഫോട്ടോ ഉണ്ട്, അത് ഓർമ്മയുണ്ടോ? അത് നിങ്ങൾ ഇങ്ങനെ ഫേസ് ടു ഫേസ് നോക്കി ഭയങ്കര നല്ല സ്മൈലാണ് അത്. ആ ഫോട്ടോയിൽ താഴെ എങ്ങനെ അനുവിന് ചിരിക്കാൻ സാധിക്കുന്നു, ഇറ്റ്സ് എ ഫേക്ക് സ്മൈൽ എന്ന്. അപ്പൊ ഇതാണ് സംഭവം. ചിരിച്ചാലും കുറ്റം പറയും, ചിരിച്ചില്ലെങ്കിലും കുറ്റം പറയും, പക്ഷെ എല്ലാം ഇറ്റ്സ് ഓൾ വെൽക്കം ഹിയർ അല്ലേ. നമ്മളെ ഫാമിലി ആസ് ഇറ്റ് ഇസ് ഭയങ്കര ഫണ്ണാണ്, അടിപൊളിയാണ്. നമ്മൾ അതിന്റെ ഫൺ മൊമെന്റ്സ് ആണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കുന്നത്. നിങ്ങൾ അതിന്റെ അകത്ത് നിന്ന് ക്രൂഡ് മൊമെന്റ്സ് കണ്ടുപിടിക്കാതിരുന്ന ഇറ്റ്സ് ഓൾ ഫൈൻ സെറ്റ് അല്ലേ. ശരി, അപ്പം അടുത്ത ക്വസ്റ്റ്യൻ സ്ഥലം, ഇത് എനിക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് എങ്ങനെ വിദ്യ എടുത്ത് വന്നത്? കൊച്ചു ബേബിക്ക് എന്താ നിങ്ങൾ കാത് കുത്താത്തത്? പറയൂ വിദ്യ, പറയൂ അരുൺ ചേട്ടാ. യോഗ്യ, ഞാൻ സൗഭാഗ്യല്ലേ. പറയൂ, എന്താ കാത് കുത്താത്തത്? കാത് കുത്താത്ത എന്താണ്, പറയൂ, എന്താണ് നിങ്ങൾക്ക് അതിനെ പറ്റി 10 പറയാനുള്ളത്? ഗൈസ്, കാത് കുത്താത്തത് കൊച്ചൻ ജിത്തിയുടെ പാരന്റിങ് ബേസിൽ പ്രകാരം കൊച്ചേബി വലുതാവുമ്പോൾ കൊച്ചേബിയുടെ സ്വന്തം ഇഷ്ടത്താൽ കൊച്ചേബി കാത് കുത്തണമെന്നാണ് ഇവരുടെ ആഗ്രഹം. അപ്പൊ അതുകൊണ്ടാണ് കുത്താത്തത്. ഓക്കെ, താങ്ക് യു. അതെ, വാക്സിനേഷൻ എടുക്കുമ്പോഴേ അർജുൻ ചേട്ടൻ കടിച്ചു പിടിച്ചിരിക്കുന്നത്. കാത് കുത്ത് മാത്രല്ല, മറ്റേ തലമുടി മുട്ടയടിക്കാത്തതിന്. അതെ അതെ, എല്ലാത്തിനും ഓരോ കുറ്റം കണ്ടുപിടിക്കുന്നത്. നിങ്ങൾ എന്റെ ക്വസ്റ്റ്യൻ എന്നോട് ചോദിക്കൂ, നിങ്ങൾ എന്നിട്ട് ഈ ചാനലിൽ ചോദിക്കുന്നത്. ഇത് വേറെ ചാനൽ, എന്റെ വേറെ ചാനൽ, മാറിപ്പോരുത്. ഓക്കെ, വലിയ കഷ്ടം തന്നെയല്ലോ ദൈവമേ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ ഇത് ഇത്രയും നേരം ഞാൻ വായിച്ചതിൽ എനിക്ക് സന്തോഷം തോന്നിയൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഭയങ്കര വെറൈറ്റി. വിദ്യയുടെ നല്ല കറുത്ത മുടിയാണ്. പെട്ടെന്ന്, അതായത് ഇത്രയും നേരം അനുവിനെ പറ്റിയാണ് പറയുന്നത്, അനുവിന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നു അങ്ങനെ ഇരിക്കുന്നു. പെട്ടെന്ന് വിദ്യയുടെ മുടി നല്ല കറുത്ത മുടിയാണ്. ഹെയർ കളർ യൂസ് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോ? കറുത്ത മുടിയൊന്നും അല്ല അല്ലേ, കുറച്ച് കളർ ഷെയ്ഡ് ഉണ്ട്. ഞാൻ ആദ്യം ബർഗണ്ടി എന്ന് പറയുന്ന ഒരു പ്രൊമോഷൻ കാച്ചിയ വെളിച്ചെണ്ണ. അയ്യോ ശരിയാണ്, അല്ല കേട്ടോ. കാച്ചിയ വെളിച്ചെണ്ണ അല്ല, ഡൈ അടിക്കുന്നത് തെറ്റൊന്നും അല്ല. പക്ഷെ ഇതിനകത്ത് ബർഗണ്ടി കളറാണ് ആദ്യം ഞാൻ ഇട്ടിരുന്നത്. ചുമന്ന മുടിയായിരുന്നു. പിന്നെ അത് ഫെയ്ഡായി ഒരു ചെറിയ എന്തോ കോപ്പർ പോലത്തെ എന്തോ കളർ ഉണ്ടെന്ന് തോന്നുന്നു. പ്യുവർ ബ്ലാക്ക് അല്ല, ഡൈ അടിക്കാറില്ല. എന്തൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് ഇന്ന് ആൻസർ അറിയാം.
അത് തന്നെ പറയണം കേട്ടോ. വാട്ട് ഇൻസ്പയർഡ് യു ടു സ്റ്റാർട്ട് യുവർ യൂട്യൂബ് ചാനൽ? എനിക്ക് 10 പറയാനുണ്ട് ഗൈസ്. എനിക്ക് അതിൽ കുറച്ച് പറയാനുണ്ട്. ഞാൻ ഒരിക്കലും ഞാൻ ഇതുപോലെ യൂട്യൂബിൽ വീഡിയോ ഇടുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ചെറിയ ഒരു മിനി വ്ലോഗ് ഇടുമെന്നോ ഒന്നും ഞാൻ വിചാരിച്ചിട്ടുള്ള ആളല്ല. ഇപ്പൊ എന്റെ അടുത്തും ഏട്ടന്റെ അടുത്തും കല്യാണ സമയം മുതല് പറയുന്നുണ്ട്, സൗഭാഗ്യ വീഡിയോ എടുക്കൂ, വീഡിയോ ഇടൂ, വ്ലോഗ് ഇടൂ. എന്നോടാണ് ആദ്യമേ പറഞ്ഞു, എന്നോട് പറഞ്ഞ് തളർന്ന്. തളർന്ന് ഒരുപാട് അപ്പൊ ഞാൻ പറയുമ്പോ ഞാൻ ഒന്നും ഇല്ല, എതിർത്ത് പറയില്ല, ഞാൻ പറയാം ചെയ്യാന്ന് പറയും. പറയട്ടെ, അപ്പോഴൊന്നും അവര് തുടങ്ങിയില്ല. അതുകൊണ്ട് ഞാൻ കണ്ടിട്ട് പൈസ എനിക്ക് ഇതെല്ലാം കൂടെ ചെയ്യാനുള്ള ഒരു മടിയാണ്. കണ്ടന്റ് കണ്ടുപിടിക്കണം, എഡിറ്റ് ചെയ്യണം, പോസ്റ്റ് ചെയ്യണം. സമ്മതിക്കൂലല്ലോ. പക്ഷെ ഇപ്പൊ എന്ത് തോന്നിയെന്ന് അറിഞ്ഞൂടാ, പെട്ടെന്ന് ഇങ്ങനെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞപ്പോ ഞാനിങ്ങനെ ഏട്ടൻ്റെ അടുത്ത് അങ്ങ് നിർബന്ധിച്ചു, ഭയങ്കരമായിട്ട് നിർബന്ധിച്ചു വീഡിയോ എടുക്കണം. അപ്പൊ ആദ്യം എന്ത് എടുക്കണം എന്നൊന്നും അറിഞ്ഞൂടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഇരുന്നപ്പോ എനിക്കൊരു ഐഡിയ തന്നു, നിങ്ങളൊരു ഹോം ടൂർ എടുക്ക്, അപ്പൊ അതായിരിക്കും ഏറ്റവും നല്ല തീരുമാനം. ശരിയാണ്, അതായിരുന്നു ഏറ്റവും നല്ല തീരുമാനം. ഫസ്റ്റ് വീഡിയോ അതില് നല്ല റെസ്പോൺസ് കിട്ടി. ഞാൻ ശരിക്കും ഏട്ടൻ്റെ അടുത്ത് ഒരുപാട് പ്രാവശ്യം നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു ലാസ്റ്റ് അത് സംഭവിച്ചു. താങ്ക് യു, ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. 2 ലക്ഷം 2 ലക്ഷം. അതെ അതെ, എല്ലാത്തിനും കേട്ടോ. ഇന്ന് ഇപ്പതാ ഈ ചെയ്യുന്ന വീഡിയോ ഉൾപ്പെടെ എല്ലാ ഐഡിയയും ഇവിടെ നിന്നാണ്. ക്യാഷ്. അങ്ങനെ എനിക്ക് പണക്കാരി ആവണം ഗൈസ്. പണക്കാരിയായി എനിക്ക് 2 ലക്ഷത്തിൽ തുടങ്ങി ഒരു 20 ലക്ഷം വരെ ഞാൻ ഇങ്ങനെ കൊടുത്ത് ഒരു വീടൊക്കെ വെച്ച് ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ എടുത്തോ കൊണ്ടുപോ. കാത്തിരിക്കുന്നു ആ സുവർണ നിമിഷത്തിനെ. നമുക്ക് അടുത്ത, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് കിടക്കാം. വാട്ട്സ് യുവർ ബിഗ്ഗസ്റ്റ് ഗോൾ ഓഫ് ദിസ് ഇയർ? ബിസിനസ്. ബിസിനസ്. അതെ അതെ അതെ, ഞങ്ങൾക്ക് 2 പേർക്ക് കൂടി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം. അത് ഈ വർഷം തന്നെ, ഈ 2025 തീരുന്നതിന് മുമ്പ് അത് ചെയ്യണം. ഡിസംബർ 30 ഇത് ലോഞ്ച് ആവും. ഞാൻ വാക്ക് പറഞ്ഞു, ഇനി ചെയ്തേ പറ്റുള്ളൂ. ഡിസംബർ 30 ലോഞ്ച് ആവും. അതെ, ഐഡിയ കിട്ടി കാണും കേട്ടോ. വാട്ട്സ് ദ ബെസ്റ്റ് തിങ് അബൌട്ട് ബീയിങ് എ പേരന്റ്? വിദ്യ എടുത്ത് ഫസ്റ്റ്. പാരന്റ് ആയിട്ടിരിക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഭയങ്കര ഇതായിട്ട് തോന്നി, അഭിമാനമായിട്ട് തോന്നിയെന്ന് പറഞ്ഞാല്, ഞാൻ ഒറ്റയ്ക്ക് ഒരു കുഞ്ഞിനെ വളർത്താൻ എനിക്ക് പറ്റുമോ എന്ന് തോന്നിയെടുത്തു നിന്ന് ഞാൻ 8 വർഷം സഫർ ചെയ്ത് കുറെ എങ്കിലും അത് ചെയ്തതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ എത്തിയപ്പോ എനിക്ക് 2 മക്കളെ കൂടി കിട്ടി. ഇനി എന്ത് തന്നെ ആയാലും ഇതുപോലുള്ള നെഗറ്റീവ്സ് കേട്ടാലും അത് എന്നെ ബാധിക്കൂല. കാര്യം ഇതിലും വലുത് ഫേസ് ചെയ്തിട്ട് വന്നതാണ് ഗൈസ്. അത് എന്തൊക്കെയാണെന്ന് ഞാൻ എന്റെ സ്റ്റോറിയിൽ പറയാം. അടുത്ത വീഡിയോ പറയാം, കാത്തിരുന്ന് കാണുക. അങ്ങനെ ഇത് നമുക്കിപ്പം ഒരു പാരന്റ് അല്ലാന്നല്ല, കല്യാണം കഴിഞ്ഞ ഒരു പ്രഗ്നന്റ് ആണെന്ന് അറിയുമ്പോൾ ഒരു സന്തോഷം, കുഞ്ഞ് കയ്യിലോട്ട് കിട്ടുമ്പോൾ ഒരു സന്തോഷം, പിന്നെ അവര് വലുതായി ഒരു അച്ചീവ്മെന്റ്, ഇപ്പം ഡാൻസ് ആണെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്യുമ്പോഴും അതുപോലെ പഠിച്ച് നല്ല മാർക്ക് വാങ്ങിച്ചുകൊണ്ട് വരുമ്പോഴും ഒക്കെ നമുക്കൊരു സന്തോഷം. നമ്മൾ വളർത്തി ഇത്രയും ഇങ്ങനെയൊക്കെ വന്നല്ലോ എന്നുള്ളൊരു സന്തോഷം. അയ്യോ, അതാണ് ദ ബെസ്റ്റ് തിങ് അബൌട്ട് ബീയിങ് എ പേരന്റ് എന്ന് പറയുന്നത്. മക്കളെ പറ്റി സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ കണ്ണിന്നൊക്കെ വെള്ളം വരും. അതിൽ ഒരു പേരന്റിനെ മാത്രമേ അത് ഫീൽ ചെയ്യുള്ളൂ കേട്ടോ. നമുക്ക് വേണ്ടി അങ്ങനെ ഒരു സന്തോഷം, അങ്ങനെ ഒരു സ്നേഹം നമ്മുടെ പേരന്റ്സിന് മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ ഒരു ഇമോഷണൽ മ്യൂസിക്. അത് പറയണല്ലോ. ഞാൻ വന്നതിന് ശേഷം ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ കൊച്ചുബേബിക്കായാലും മനുവിനായാലും ഇത്രയും പെർഫെക്റ്റ് ആയിട്ടൊരു അച്ഛനെ ഞാൻ എന്റെ അച്ഛനെ പോലെ, എന്റെ വീട്ടിൽ എന്റെ അച്ഛനോ അമ്മയോ ഒന്നും വഴക്കൂടുന്നതോ അല്ലെങ്കിൽ അടിയുണ്ടാക്കുന്നതോ അങ്ങനെ മാറി നിൽക്കുന്നതോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ കണ്ടത് അങ്ങനെ ഒരു അച്ഛൻ. അർജുനായാലും ഏട്ടനായാലും അരുൺ ശേഖറായാലും ശരിക്കും പറഞ്ഞ അങ്ങനെ ഒരു അച്ഛനാണ് കേട്ടോ. അതുപോലെ നാദു ആദ്യം അങ്കിൾ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ആളുടെ അടുത്ത് ഞാൻ പെട്ടെന്ന് അച്ഛൻ എന്ന് വിളിക്കാൻ
ആവശ്യപ്പെട്ടപ്പോ നാദുവിന് ഭയങ്കര മടിയായിരുന്നു. നാദു എനിക്കത് പറ്റത്തില്ല അമ്മ, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലാണ് നാദു നിന്നത്. അപ്പോൾ നാദു അങ്ങനെ വിളിക്കണം, ആത്മാർത്ഥമായിട്ട് ഇവിടുന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ ആ മനുഷ്യനും എന്തെങ്കിലുമൊക്കെ കുറച്ച് അങ്ങോട്ട് കൊടുക്കണം. അത് അത്രയും കൊടുത്തത് കൊണ്ടാണ് നാദുവിന് ഇപ്പൊ എന്നെക്കാളും ആരെയാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ നാദുവിന് ഒരു വാക്കേ ഉണ്ടാവുള്ളൂ, അത് അച്ഛനായ അരുൺ ശേഖർ ആയിരിക്കും. അതെ അതെ അതെ, അത് ഇവിടുത്തെ 4 മക്കൾക്കും പറയാതിരിക്കാൻ വയ്യ. അച്ഛനെന്ന് പറഞ്ഞാൽ അത് അവരുടെ ലോകമാണ്, അതെ, വികാരമാണ്. അതുകൊണ്ടാണ് നമ്മൾ അരിഞ്ചേട്ടൻ അച്ഛന്ന് വിളിപ്പിച്ചത്. അതെ അങ്ങനെ ഒരു സ്നേഹമാണ് അരിഞ്ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മെൽറ്റ് ചെയ്യുന്നു ഐസ്ക്രീം പോലെ. അതെ അരിഞ്ചേട്ടൻ അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അതെ അതെ അതെ, ഒരച്ഛൻ മനുഷ്യൻ. ഫേസ്ബുക്ക് ക്യാപ്ഷൻ എടുത്ത് നോക്കണം, 2019-20 മൈ എൽഡസ്റ്റ് ഡോട്ടർ എന്ന് പറഞ്ഞ എന്റെ പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്ത് സൗഭാഗ്യം, എന്ത് പറഞ്ഞാൽ കുഴപ്പമില്ല മോളെ, പോട്ടെ മോളെ, ഇങ്ങനെ. അതെ, പക്ഷെ അതേസമയം എന്റെ അടുത്ത് മാറ്റി നിർത്തി അങ്ങനെ ചുമ്മാ ഒരു നല്ല സ്നേഹമുള്ള ഭർത്താവാണ്. ഇനി അതിന് വേറെ ഒന്നും പറയല്ലേ. പക്ഷെ സത്യമാണ്, ഞാൻ ഒരേ പച്ചരിക്കാരന് ഞാനാണെങ്കിൽ സാരമല്ല മോളെ, സാരമല്ല മോളെ. അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട്, അയ്യോ ഞാനങ്ങ് ഭയങ്കര വലിയ പ്രായമുള്ള ആള്, ഏറ്റവും മൂത്ത ഒരു മോളിരിക്കുന്നത്. അത് ശരിക്കും എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്, പല പ്രാവശ്യം എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് കരൺ ജോഹർ ഒക്കെ കോഫി വിത്ത് കരൺ ചെയ്യുന്നത്. Now we are moving on to the rapid fire round. പെട്ടെന്ന് നിങ്ങൾ ആൻസർ ചെയ്യണം, ഡിലേ വരരുത്. ആൻഡ് the winner gets a hamper. ഹാമ്പർ ഇതാണ്, ഈ മഞ്ഞ ഉടുപ്പിട്ടിരിക്കുന്നത്. ഈ ഹാമ്പർ ആർക്ക് വേണം? This is a very aesthetic and very beautiful hamper, you know. അപ്പൊ റാപ്പിഡ് ഫയർ പെട്ടെന്ന് ആൻസർ ചെയ്യണം. ആദ്യത്തെ ക്വസ്റ്റ്യൻ വിദ്യ അടുത്താണ് കേട്ടോ. ഹൂ സെഡ് ഐ ലവ് യു ഫസ്റ്റ്? ഏട്ടൻ. അല്ലേ അല്ലേ, ആരാന്തോ അല്ലേ, ഞാനല്ല ഏട്ട ഒരുമാതിരി നീ ആരെന്ന് പറഞ്ഞിരിക്കണം. അപ്പൊ എനിക്ക് കൺഫ്യൂഷനായി, ഇങ്ങനെയല്ലേ പറഞ്ഞു. അത് ശരിയാണല്ലോ. അടുത്ത് അടുത്ത ക്വസ്റ്റ്യൻ അരിഞ്ചാന്റെ അടുത്താണ്. വാട്ട് വാസ് യുവർ ഫസ്റ്റ് ഇംപ്രഷൻ വെൻ യു സോ ഹർ? ഒരു പ്രോഗ്രസീവ് തിങ്കിങ് ഉള്ള ഒരാളാണെന്ന് തോന്നി. സൂപ്പർ സൂപ്പർ. വിദ്യാർത്ഥി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാ? ജെന്റിൽമാൻ. ഓ വളരെ ഫാസ്റ്റ്. എനിക്ക് തോന്നുന്നു വിദ്യ കുറച്ചുകൂടെ ഫാസ്റ്റ് ആണ്. ഓക്കെ, ഡിസ്ക്രൈബ് യുവർ പാർട്ട്ണർ ഇൻ വൺ വേർഡ്. ലവബിൾ പേഴ്സൺ. ഡിസ്ക്രൈബ് യുവർ പാർട്ട്ണർ ഇൻ വൺ വേർഡ്. വൺവേഡ് ഇല്ല. എന്താ എസ് എഴുതി? അർജുൻചേട്ടൻ എന്ത് ഒരുപോലെ ക്വസ്റ്റ്യൻ വെച്ച് അർജുൻചേട്ടൻ ഇങ്ങനെ ബഫർ ചെയ്തോണ്ടിരിക്കും. വൺ വേർഡ്. അപ്പൊ മനസ്സിലായി തമ്മിലുള്ള ആ ബോണ്ട്. സോ ചേട്ടൻ ഞാൻ മനസ്സിലാക്കുന്നു. വൺ വേർഡ് ആയിട്ടില്ല, ഒരുപാട് വേർഡുകളാണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ തോറ്റ് തോറ്റ് തോറ്റ്. പാർട്ണറിന്റെ ഏറ്റവും അനോയിങ് ആയിട്ടുള്ള ഒരു ഹാബിറ്റ് ഏതാ? അനോയിങ് ആയിട്ടുള്ളത് ആലോചിക്കുന്നു. തോറ്റ് 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 കിട്ടുന്നില്ല. ചോദിച്ചാല് ചില സമയത്ത് എന്തോ പറയാനുണ്ട്, പറഞ്ഞാ പ്രശ്നമാവോ? പറഞ്ഞില്ല, പക്ഷെ ഇവിടെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. മൊബൈല് നോക്കിക്കൊണ്ടിരിക്കുന്ന എന്താ എനിക്ക് പറയാനുണ്ട്? ഇവിടെ ഏറ്റവും കൂടുതൽ മൊബൈൽ നോക്കണ ഏട്ടനാണ്. ഇത് അങ്ങനെ അടുത്ത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്കിത് സൗമ്യമാണ്. പാർട്ട്ണറിന്റെ ഏറ്റവും ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഹാബിറ്റ് പറയൂ. അയ്യോ, ക്യൂട്ടായിട്ടുള്ള ഹാബിറ്റാ. എല്ലാ ദിവസവും ഉണ്ടാക്കില്ല. സൺഡേ ഞാൻ വീട്ടിൽ നിൽക്കുന്ന ദിവസമാണെങ്കിൽ ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി തരും. ക്യൂട്ട്. അതെ അതെ, കുറച്ച് ആലോചിക്കേണ്ടി വന്നു. സോറി അരിച്ചേട്ടാ, ഈ സമയം കൊണ്ട് ഹാബിറ്റ് എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കും, എന്ത് പറഞ്ഞാലും കൂടെ ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ അരിഞ്ചേട്ടൻ്റെ അടുത്താണ് ആദ്യം ചോദിക്കുന്നത്. ഒരടി ഉണ്ടായാൽ ആദ്യം അപ്പോളജൈസ് ചെയ്യുന്ന ആരാ? അത് ഞാൻ. അത് ഞാനാണ് കേസ് എന്നാ. ഇടയ്ക്കൊക്കെ ഞാൻ. ഒരിടയ്ക്കില്ല. സമയം ഏട്ടൻ.
ചേട്ടാ ചേട്ടാ ശരി, ഇത് വിദ്യ എടുത്ത് വയ്ക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏറ്റവും ഡ്രാമാറ്റിക് ആരാണ്? ഞാനാണ്. എനിക്കറിയാം. ഞാനാണ്. അച്ഛൻ കുറച്ച് അതിനോട് യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നു. ഡ്രാമ ക്വീൻ എന്നുള്ള സംഭവം നമുക്ക് എടുത്തങ്ങ് ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. അയ്യോ, അത് ഓൾറെഡി പറഞ്ഞേട്ടാ. ഹു സ്പെൻഡ്സ് മോർ ടൈം ഓൺ ഫോൺ? അത് നിങ്ങൾ തമ്മിൽ അടിയാവും. ഞാൻ കാര്യം എന്റെ ജോലി ഫോണുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ ഫോണിലായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ റെഡി ആവാൻ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന ആരാണ്? ഞാൻ. റെഡിയാ അങ്ങനെ ആരും സമയം എടുക്കാറ് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് ആരാണ്? അങ്ങനെയില്ല, നമ്മുടെ ഞങ്ങൾ വീട്ടിൽ അത് fast മാത്രമേ ആയിട്ട് ഉള്ളൂ സമയം എടുക്കുന്നത്. ഫാസ്റ്റ് ആയിട്ട് അത് സത്യം. ഞങ്ങളുടെ ഹോൾ ഫാമിലി ഏറ്റവും മുത്തച്ഛന്മാരോട് സമയം എടുത്ത് റെഡിയാണ്. അനു ഗ്ലാമറസ് ലേഡി. അതെ 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 അതെ. മോളെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നേ. ഓക്കെ, ഇനി ലവ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാൻ പോകുന്നത്. ഓക്കെ, വിദ്യ എപ്പോ റിയലൈസ് ചെയ്തു വിദ്യ അരുൺചേട്ടനെ പ്രേമിക്കുന്നു? പരിചയപ്പെട്ട ഒരു 1 month കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഒരു ഏതൊരു പർട്ടിക്കുലർ മൊമെന്റ് ഉണ്ടോ ഇങ്ങനെ ക്യൂപ്പിഡ് ഇങ്ങനെ ഒന്ന് തറച്ച് ഇങ്ങനെ കേറി ഇപ്പൊ ഐ ലവ് ഹിം എന്ന്? വീട്ടിലെ കാര്യമൊക്കെ പറയുമ്പോ മക്കളോടുള്ള ആ ഒരു അഫെക്ഷൻ, മക്കളാണ് എല്ലാം എന്നിങ്ങനെ എപ്പോഴും സംസാരിക്കുമ്പോഴും പറയും. അപ്പൊ ഞാൻ അങ്ങനെ ഒരു സ്റ്റേജിൽ നിൽക്കുന്നതുകൊണ്ട് എന്നെ കൂടുതൽ അട്രാക്ട് ചെയ്തത് ആ ഒരു തിങ് ആയിരുന്നു. ഇതല്ലേ പ്രതീക്ഷിച്ച കിട്ടിയില്ലല്ലേ? നിങ്ങളെ പാർട്ട്ണർ ചെയ്യുന്ന ഏറ്റവും ChatGPT തന്ന ക്വസ്റ്റ്യൻ ആണ്, എന്നോടൊന്നും തോന്നല്ല. പാർട്ട്ണർ ചെയ്യുന്ന ഏറ്റവും റൊമാൻറ്റിക് കാര്യം എന്താണ്? അതൊക്കെ എങ്ങനെ ഇപ്പൊ പറയാൻ ഇല്ല, അത് നമ്മൾ ഒബ്വിയസ്ലി നമ്മള് കൂടുതൽ സ്നേഹം വരുമ്പോ നമ്മളെ മക്കളെ തണയുന്ന നമ്മള് ഒരു ഉമ്മ കൊടുക്കും. അതുപോലെ പിള്ളേർ അടികൂടുന്നല്ലോ കാണുന്നത്, കണ്ടു വളരുന്നത്. അതെ, അത് പറയണം, അത് ശരിയാണ്. ഞങ്ങളെ വീട്ടില് അങ്ങനെ നമ്മള് മക്കളെ നിക്കണം എന്ന് പറഞ്ഞാൽ ഒളിച്ച് നിന്ന് ഉമ്മ വയ്ക്കുന്ന പരിപാടിയൊന്നും നമ്മളുണ്ട്. ഭയങ്കരമായിട്ട് അങ്ങനെ ഒരു സ്മൂച്ചിങ് ഒന്നുമില്ല. കിട്ടി 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 കിട്ടി. ആൻസർ ഓൾറെഡി പറഞ്ഞെന്ന് തോന്നുന്നു. അരുൺചേട്ടനിൽ ഏറ്റവും അഡ്മയർ ചെയ്യുന്ന ഒരു ക്വാളിറ്റി എന്താ? ഞാൻ ദേഷ്യപ്പെടുമ്പോ മിണ്ടാതിരിക്കും കുറച്ചു നേരം, ഭയങ്കരമായിട്ട് TV കാണും. പക്ഷെ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. പക്ഷെ കാര്യം എന്നെ മൈൻഡ് ചെയ്യാതെ അതും അവിടെ പോയിരിക്കുന്നു. അപ്പൊ ഇപ്പൊ ഞാൻ ആദ്യമൊക്കെ ഞാൻ ചുമ്മാ ബാക്കി ചെന്ന് ചൊറിയുമായിരുന്നു. ഇപ്പൊ ഞാനും പഠിച്ചു മിണ്ടാതെ കട്ടിലിൽ പോയി കിടന്നുറങ്ങുക, സൈഡിൽ തലവേദന എന്ന് പറഞ്ഞ് കിടക്കുക. ഓക്കെ, നല്ലൊരു. ഇനി അരുൺചേട്ടന്റെ അടുത്താണ്. അരുൺചേട്ടാ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മൊമെന്റ് പെട്ടെന്ന് പറയാൻ പറഞ്ഞു. ഞങ്ങൾ ഒരു ദിവസം വേളയിൽ പോയി. അപ്പൊ വേളയിൽ വെച്ച് കണ്ട് അന്നാണ് ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കുന്നത്. അതെനിക്ക് വളരെ ശരി ചെയ്യുന്നു. ശരി, വിദ്യ എടുത്ത് ഒരു ദിവസം നിങ്ങൾ രണ്ടും ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത ഒരു ദിവസം ഒരിക്കൽ കൂടെ റീലിവ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി ദൈവം തരാണെന്നുണ്ടെങ്കിൽ അത് ഏത് മൊമെന്റ് ആണ്? കല്യാണ ദിവസം, താലി കെട്ടണ ദിവസം കുറച്ചും കൂടി ഒന്ന് ആസ്വദിക്കണം എന്ന് തോന്നി. അപ്പൊ അന്നത്തെ ദിവസം ടെൻഷനും കൊറേ തോട്ട്സ് ഒക്കെ ആയിട്ട് അതങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റിയില്ല. അതൊന്നും കൂടെ കിട്ടിയിരുന്നേ കൊള്ളായിരുന്നു ആനിവേഴ്സറിക്കൊന്നും. അടുത്ത ക്വസ്റ്റ്യൻ അരിഞ്ചേട്ടത്ത് ഇതേ ക്വസ്റ്റ്യൻ തന്നെ വരണം കേട്ടാ. പാർട്ണർ ചെയ്യുന്ന ഒരു കാര്യത്തിൽ നമ്മളെ ഹൃദയം ഒന്ന് പെട്ടെന്ന് അങ്ങ് അലിഞ്ഞങ്ങ് പോകും, അതെന്താണ്? അലിയൊക്കെ ചെയ്യും. അല്ല, എനിക്ക് പുറത്തോട്ട് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്, യാത്ര.
അപ്പൊ ഞാൻ എവിടെയെങ്കിലും പോവാന്ന് പറഞ്ഞാൽ അപ്പൊ റെഡിയാണ്, അവിടെ തന്നെ പോവാന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെയെന്ന് നമുക്ക് പോവാന്ന് പറഞ്ഞാൽ. അടുത്ത കുറച്ച് ഫണ്ണി ക്വസ്റ്റ്യൻസ് ആണ്. ആ വിദ്യ, നിങ്ങൾ രണ്ടുപേരിൽ ആരാണ് ഏറ്റവും കൂടുതൽ കൂർക്കം വലിക്കുന്നത്? ഏട്ടൻ. ഓക്കെ, ചേട്ടാ ചുമ്മാ സില്ലി ഫൈസ് തുടങ്ങുന്ന ആരാണ്? എനിക്കറിയാം വിദ്യ. പറഞ്ഞ ഞാൻ തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോ നിങ്ങൾ പ്രതീക്ഷിക്കാല്ല ബ്ലാങ്കറ്റ് സ്റ്റീൽ ചെയ്യണം ആരാണ്? ആരും ചെയ്യൂല. സ്വന്തമായിട്ട് 2 ബ്ലാങ്കറ്റ് ഉണ്ട്. അതുകൊണ്ടാണെങ്കിൽ എന്റെ തലയിൽ കീടം കൊണ്ടുവച്ചത്. ഓക്കെ, നിങ്ങൾ എന്റെ ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കുന്ന ആരാണ്? ഞാൻ. ഇല്ല, ഇപ്പം രണ്ടുപേരും അത്രയ്ക്കൊന്നും ഫുഡ് കഴിക്കാറില്ല. ഇപ്പം നമ്മൾ ഷുഗർ കട്ട്, പിന്നെ ഏട്ടൻ കുറച്ച് ഫുഡ് കുറച്ചു, അതുകൊണ്ട് ക്വാണ്ടിറ്റി അളക്കാൻ പറ്റുന്നില്ല. എക്സസൈസ് ഒന്നും ഇല്ലാതിരിക്കുന്നുണ്ട്. വിദ്യ ഒരു ഫുഡ് ഐറ്റം ആണെങ്കിൽ എന്ത് ഫുഡ് ഐറ്റം ആണെന്ന് പറയും? ഐസ്ക്രീം. ഓ സ്വീറ്റ് ഷുഗർ ആണ്. അനു ഒരു ഫുഡ് ഐറ്റം ആണെങ്കിൽ അനു എന്തായിരിക്കും? ഐസ്ക്രീം. ഐസ്ക്രീം. എല്ലാരും ലഡു. ഐസ്ക്രീം. ലഡു. അടുത്ത വകയാണ് അനുവിന് ഐസ്ക്രീം എന്ന് നാദു. ലഡു എന്തും. ശരി ശരി, അപ്പൊ ഞാൻ വിളിക്കണോണ്ട് എന്നെയും കൂടെ പറയും. ഞാനൊരു ഫുഡ് ഐറ്റം ആണെങ്കിൽ കൊഴുക്കട്ട എന്ന് പറയും. ശർക്കര, ചക്കര, ഹണി. ഹണി. അച്ഛനും മോളെ പഞ്ചസാര. ഓ ഹണി, പഞ്ചസാര, ശർക്കര. കൂടിയായിട്ട് ഷുഗർ കേക്ക്. നിങ്ങളുടെ പാർട്ട്ണർ ഒരു മൂവി ക്യാരക്ടർ ആണ്, ഏതായിരിക്കും? അതെ, അടുത്തോമ്മ. ശരി, പെട്ടെന്ന് ദിലീപിന്റെ സാധാരണത്തിലാണ്. സാധാരണത്തിലാണ്. ഞാൻ പറയാം, എനിക്ക് കണ്ടിട്ട് പെട്ടെന്ന് അച്ഛനെയും കൊച്ചനെയും സിമിലറായിട്ട് തോന്നിയ ഫാസ്റ്റ് അഭിനയിച്ച മറ്റേ സിനിമ ഉണ്ടായിരുന്നു. അയ്യോ എന്റെ ദൈവമേ, അതല്ല, ഞാൻ പെട്ടെന്ന് ഭാര്യ പിടിക്കാൻ പോകുമ്പോഴത്തേക്കാണ് മറ്റേ വെട്ട്. ഓ അതേത്? വരത്തൻ. വരത്തൻ. വരതനാ. ആ സിനിമയായിട്ടാണ് എനിക്ക് കൊച്ചനെ അച്ഛനെ തോന്നുന്നത്. ആവശ്യമുള്ള സമയത്ത് അങ്ങനെ. ആവശ്യമുള്ള സമയത്ത് അവരങ്ങനെയാണ്. അതെ അതെ കൊണ്ട് ആരെങ്കിലും ഇനി എന്തെങ്കിലും ശ്രമിക്കൂ. അതെ. അപ്പൊ അരിച്ചേട്ട സദാനന്ദ സമയം ഒന്ന് വിളിച്ചു, പിന്നെ ആടുതോമയെന്ന് വിളിച്ചു. ഒരു മൂവി ക്യാരക്ടർ ആയിരുന്നെങ്കിൽ നാഗവല്ലി എന്ന് പറയരുത്, പറയുള്ളൂ. നാഗവല്ലി മാത്രം നിരോധിച്ചു. മറ്റേ ബ്ലാക്ക് വിഡോ. എന്ത് കാരണം? കാര്യം ഭയങ്കര ഫൈറ്റിങ് ചെയ്യും. പിന്നെ നിങ്ങൾ വഴക്ക് കൂടിയാൽ ഏറ്റവും പന്ന ഒരു കാര്യം എന്താണ്? ഡംബസ്റ്റ് ഒരു കാര്യം. ഒരു കാര്യമില്ല, ഒരു ആവശ്യമില്ലായിരുന്നു അതിനുവേണ്ടി വഴക്കൂടണ്ട. ഈ വഴക്കെല്ലാം ഒരു കാര്യത്തിനാണ് വഴക്ക് കൂടുന്നത്. ഒരു കാര്യം പറയാം. അതായത് മറ്റേ TV കണ്ടുകൊണ്ടിരുന്നപ്പം ഒരു ദിവസം ഇങ്ങനെ എനിക്ക് ഓഫീസിൽ നിന്ന് ഒരു മെസ്സേജ് വന്നു. ഫോണാണ് ഏറ്റവും വലിയ വില്ലൻ. അപ്പൊ ഞാൻ TV കണ്ടുകൊണ്ടിരുന്നപ്പോ ഞാൻ ഇതിൽ നോക്കി. അപ്പൊ എനിക്ക് എന്തോ അതിനകത്ത് നോക്കി പറഞ്ഞു തന്നു. അപ്പൊ ഞാൻ അതിൽ നോക്കിയില്ല. അതൊരു വഴക്കായി ഉണ്ട്. അപ്പൊ ഞാൻ മാറി സിറ്റൗട്ടിൽ പോയിരുന്നപ്പോ എന്ത് പറ്റി ചക്കര? അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ വല്ല കാര്യമാണ്. ഒരു കാര്യമില്ല, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത്? ആരാണ് കൂടുതൽ ഫ്ലോട്ട് ചെയ്യുന്നത്? ഞാനാണ്. അഞ്ചേട്ട എന്ത് വെച്ചിരുന്നിട്ട് അങ്ങനെയാണോ അഞ്ചേട്ട വളർത്തിയത്? നിങ്ങളിൽ ആർക്കാണ് കുശുമ്പ് കൂടുതൽ? എനിക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല. ഇനി അടുത്ത, അങ്ങോട്ട് ഏറ്റവും കൂടുതൽ കോംപ്ലിമെന്റ്സ് കൊടുക്കുന്ന ആരാണ്? രണ്ടുപേരും കൊടുക്കും. പാർട്ണർ ചെയ്യുന്ന ഒരു കാര്യം ഇൻസ്റ്റന്റ് ബ്ലഷ്, അതെന്താ? ഉമ്മ തരുന്നു. അടുത്ത കമ്പാറ്റബിലിറ്റിയെ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും, വിദ്യ എന്റെ ആൻസർ എന്റെ ചെവിയിൽ പറയാം, അത് അരിച്ചേട്ടൻ പറയണം. കംഫർട്ട് ഫുഡ് വിദ്യക്ക്. കംഫർട്ട് ഫുഡ് എവിടെങ്കിലും പോയാലും ഇപ്പൊ പെട്ടെന്ന് ഒരു ഫുഡ് പറയാം. മന്തി മന്തി അല്ലേ? മന്തി എല്ലാ സ്ഥലത്തും
മന്തി അല്ലെങ്കിൽ ബിരിയാണി. കൈവശം കൊടുത്തേക്ക്. ശരി. ഇനി ഡ്രീം വിദ്യയുടെ ഡ്രീം ട്രാവൽ ഡെസ്റ്റിനേഷൻ എന്റെ ചെവിയിൽ പറ. സ്വിറ്റ്സർലാൻഡ്. ജയില് മാറ്റി പറയാമല്ല. വിദ്യ എന്റെ ചെവി പറഞ്ഞത് സിംഗപ്പൂർ എന്നായിരുന്നു, പക്ഷെ അവിടെ നിന്ന് സ്വിറ്റ്സർലാൻഡ് എന്നാണ് പറഞ്ഞത്. ഞാൻ മാർക്ക് കൊടുക്കൂല കേട്ടോ. കഴിഞ്ഞ വീഡിയോ കണ്ടാ 2 ഉണ്ട്. ഞാൻ സ്വിറ്റ്സർലാൻഡിലോട്ട് ഞാൻ ആലോചിക്കും. ഞാൻ 2 പറഞ്ഞു തന്നിട്ടില്ലേ? അതെ. ഇത് കഴിഞ്ഞ പ്രാവശ്യം അരിച്ചേട്ടൻ പഠിച്ചോന്ന് എനിക്ക് നോക്കാം. വിദ്യയുടെ ഏറ്റവും വലിയ പേടി എന്താണ്? ഡെത്ത്. അത് പറഞ്ഞു. ശ്രദ്ധിച്ചേട്ടാ. അടുത്ത് അതെ ബോട്ടിൽ. 5 വർഷത്തില് വിദ്യക്ക് ഒരു കാര്യം അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഏത് കാര്യമാണ്? എനിക്ക് പറഞ്ഞോട്ടെ. ഒരു എന്റർപ്രണർ, ഒരു ബിസിനസ്. കറക്റ്റ്. ഓക്കെ, അടുത്തത് വിദ്യയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി. പെട്ടെന്ന് ഇപ്പൊ തോന്നിയതൊക്കെ പറയാം. സദാനന്ദന്റെ സമയം. മണിച്ചിത്ര താഴ്ന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതില് വിദ്യയും അനുവും ഭയങ്കര ഒരുപോലെ. എന്തോ അനുവും ഏകദേശം അതിന് സെയിം ആണ്. അനുവിന് മണിച്ചിത്രത്താഴ് ഭയങ്കര ഇഷ്ടമാണ്. അനു ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാം അത് കണ്ടോണ്ടിരിക്കും. അതും അങ്ങനെയാണ്. ഇത് കഴിഞ്ഞ ഇതിൽ ആൻസർ ചെയ്ത്, എന്നാലും ഞാൻ ചോദിക്കണം കേട്ടോ. വിദ്യക്ക് ഒരു കാര്യം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, അത് ഏത് കാര്യമാണ്? ഫോൺ. കാര്യം. ശരി, ഇനി കുറച്ച് മറ്റേ ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ. അരുൺ ചേട്ടന് പെട്ടെന്ന് നാളെ ഒരു 1 കോടി രൂപ കിട്ടുകയാണ്. അരുൺ ചേട്ടൻ എന്ത് ചെയ്യും? ഫസ്റ്റ് എന്ത് ചെയ്യും? ബാങ്ക് ഇടുക. അതാണ് ചെയ്യുന്നത്. വിദ്യ പറ. 1 കോടി രൂപ ഇട്ടാണെങ്കിൽ 2 ലക്ഷം ഞാൻ സൗഭാഗ്യക്ക് കൊടുക്കും. അത് കേട്ടില്ലെങ്കിൽ എന്നിട്ട് ഞാൻ ചോദിക്കും എത്ര രൂപയുടെ ചെക്കിന് ഞാൻ എഴുതണം. ശരി, അരുൺ ചേട്ടന് ഇപ്പൊ ടെലിപോർട്ട് ചെയ്ത് ഒരു സ്ഥലത്ത് പോകാൻ പറ്റും. ഇപ്പൊ എവിടെ പോകും? പോയാ ദുബായ്. ചിലപ്പോ അങ്ങനെ പറയും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചോദിച്ച് ഡ്രീം ഡെസ്റ്റിനേഷൻ കന്യാകുമാരി. അനുചേട്ടൻ ഇപ്പൊ ഭയങ്കര ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. പെട്ടെന്ന് സ്മൈൽ ചെയ്യിക്കാൻ എന്ത് ചെയ്യും? ഒരു ഹഗ് ചെയ്ത് ഉമ്മ കൊടുത്താൽ മതി. അത്രേ ഉള്ള ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. കൂടുതൽ എന്തൊക്കെയോ വേണം. തിരിച്ച് വിദ്യ ഭയങ്കര ദേഷ്യപ്പെട്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് കൂൾ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കൂൾ ഇഷ്ടല്ല, അങ്ങനെ പെട്ടെന്ന് കൂളാവൂല. ശരിക്കും ഒരു ഹഗ് ഉമ്മ തന്നാ മതി. പക്ഷെ അവന് ചെയ്തവരെ ചെയ്തു പോയി ടിവിയുടെ റിമോട്ട് എടുത്ത് ടിവി അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ട് കെട്ടുപിടിക്കാൻ ചെല്ലുമ്പോഴേക്കും ഷോയിൽ ഇന്നുണ്ടായിരുന്ന ഈ ഒരു SV ഷോ വിത്ത് സൗഭാഗ്യ വെങ്കടേഷ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സ്പെഷ്യൽ ഗസ്റ്റ് ഇന്ന് വിദ്യാന്റെ ഇത് ഞാൻ പറയാൻ വിദ്യ അരുൺ ചേട്ടനായിരുന്നു. ഇവരുടെ ഈ ഫൺ ഇന്റർവ്യൂ സെഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? നിങ്ങൾ ഇവരെ പറ്റി എന്തെങ്കിലും ഇനി ഇവരെ പറ്റി എന്തെങ്കിലും അറിയാവുണ്ടോ നിങ്ങൾ പറയരുത് പ്ലീസ്. എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യയുടെ ലൈഫ് സ്റ്റോറിയുമായി വിദ്യ ഉടനെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ഞെക്കി വീഡിയോ എന്നും കണ്ടു എന്ന് ഉറപ്പ് വരുത്തുക. ബൈ. ടിങ് ടിങ്. ഓക്കെ, ബൈ.